നമസ്തേ. എൻ്റെ പുതിയ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. KERും KEAയും ആക്റ്റും റൂളും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും വീണ്ടും വിനീത നമസ്കാരം. ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു 30 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും അക്കൗണ്ട് ടെസ്റ്റിനും ഡെയിലി യൂസിനും ഉപകരിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി വീഡിയോയിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എവരി സ്കൂൾ ഷാൽ മെയിൻറ്റെയിൻ ആൻ അറ്റൻഡൻസ് രജിസ്റ്റർ ഇൻ ഫോം ഡാഷ് ഫോർ ഈച്ച് ഡിവിഷൻ ഓഫ് എവരി സ്റ്റാൻഡേർഡ്. അതായത് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ഫോമിലായിരിക്കണം? എല്ലാ സ്കൂളിലും ഓരോ ഡിവിഷനിലും അറ്റൻഡൻസ് രജിസ്റ്റർ അത്യാവശ്യമാണെന്ന് അറിയാം. അത് ഏത് ഫോമിലായിരിക്കണം എന്നാണ്. ആൻഡ് ആൻസർ ഫോം നമ്പർ 6 ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ റൂൾ 6(1) ഓഫ് ചാപ്റ്റർ 7 ഓഫ് KER. Second question: a dependent of an aided school teacher dying in harness is rightful to get employment assistance under the same management. Dying in harnessiൽ അവർക്ക് ജോലിക്ക് അർഹതയുണ്ടായിരിക്കും. ഒരു അധ്യാപകൻ്റെ മകനോ മകൾക്കോ അദ്ദേഹത്തിൻ്റെ മരണശേഷം സർവീസിലിരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ജോലിക്ക് അർഹതയുണ്ട്. ഇത് എവിടെയാണ് ഈ റൂള് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വിച്ച് റൂൾ ഇൻ ചാപ്റ്റർ 14A ഓഫ് KER പ്രൊവൈഡ്സ് സോ? KERൻ്റെ ചാപ്റ്റർ 14A എവിടെയാണ് ഇത് പറയുന്നതെന്നാണ്, ഏത് പ്രൊവിഷനിലാണ്? അത് 51B ആണ് ഇപ്രകാരം ഒരു നിയമം ത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, 51B. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 3. There shall be no place for sale of liquors within that dash meters of a school. ഒരു സ്കൂളിൻ്റെ എത്ര ദൂരത്തിന് ഉള്ളിൽ മദ്യശാലകൾ അല്ലെങ്കിൽ ലിക്കർ വിൽപ്പന നിരോധിച്ചിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിയമം അനുസരിച്ച് തന്നെ 183 meters away ഫ്രം ദി സ്കൂൾ ആയിരിക്കണം. സ്കൂളിൽ നിന്ന് 183 മീറ്റർ അകലെ മാത്രമേ ഒരു ലിക്കർ ഷോപ്പ് സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ റൂൾ 4(2) ഓഫ് ചാപ്റ്റർ 4. നൗ വി മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 4. പക്ഷെ അതിനുമുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ റൂൾസ് ആർ ഗോഡ്സ് സ്റ്റാഫ് ക്ലാസ് റൂം എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാത് സമയത്ത് ഈ വീഡിയോസൊക്കെ ലഭ്യമാകും എന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ദയവായി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് ഉപകാരപ്രദമായി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ഹെഡ് മാസ്റ്റർ ഓഫ് ആൻ എയ്ഡഡ് ഹൈസ്കൂൾ ബി എലിജിബിൾ ടു ഗെറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ headmaster's scale of pay only on completion of dash years. എത്ര വർഷം കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് മാസ്റ്ററുടെ സ്കെയിലിന് ഒരു എയ്ഡഡ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ അർഹനാകൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആൻസർ 16 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് ആസ് ഗ്രാജുവേറ്റ് ടീച്ചർ. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ റൂൾ 3 ചാപ്റ്റർ 26. Then question number 5. The authority to issue the educational department calendar is the ആർക്കാണ് ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കലണ്ടർ പബ്ലിഷ് ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്നാണ്. ആൻഡ് ആൻസർ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 5 ചാപ്റ്റർ 7. Then question number 6. When an appointment order is issued to a person having claim under rule 51A chapter 14A of KER, the maximum joining time should be given to him is dash days. അതായത് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ എങ്ങനെയുള്ള ടീച്ചർക്കാണ് ക്ലെയിം അണ്ടർ 51A, ഒരു റിട്രഞ്ച്ഡ് ആയിട്ടുള്ള
ഒരു അധ്യാപകന് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ടീച്ചറിന് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുകയാണെങ്കിൽ അണ്ടർ റൂൾ 51A ചാപ്റ്റർ 14A പ്രകാരം ദ മാക്സിമം ജോയിനിങ് ടൈം ഷുഡ് ബി ഗിവൺ ടു അദ്ദേഹത്തിന് ലഭ്യമാകുന്ന മാക്സിമം ജോയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ 14 days ആണ്. ആൻഡ് വിത്തിൻ ദിസ് 40 days ഹി ഷുഡ് മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഹി റീജോയിൻസ് ദ ഡ്യൂട്ടി. അതിനുള്ളിൽ അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 14 days ആണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ നോട്ട് 2 ബിലോ റൂൾ 51A. അത് വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. Then question 7, the distance between the school buildings and concrete walls shall not be less than dash meters. അതായത് ഒരു സ്കൂൾ ബിൽഡിങ്ങും കോൺക്രീറ്റ് വാൾസും ഈ ശ്മശാനവും ഒക്കെ തമ്മിൽ മിനിമം എത്ര അകലം പാലിക്കണം? അത് 25 meters ആണ്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 4 ചാപ്റ്റർ 4. Number 8, for admission in training schools, the applicants shall not cross over the age of 33 years on the dash of the year in which applications are invited through Gazette notifications. അതായത് ട്രെയിനിങ് സ്കൂൾ അഡ്മിഷൻസിന് 33 years കഴിയാൻ പാടില്ല. ഏത് ഡേറ്റ് വെച്ചിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ഓൺ വിച്ച് ഡേറ്റ്? ആൻഡ് ആൻസർ ഫസ്റ്റ് ഡേ ഓഫ് ജൂലൈ. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ റൂൾ 10 ചാപ്റ്റർ 25. Then question number 9, the working hours in the forenoon session of Fridays in the schools will be from. അതായത് ഫ്രൈഡേകളിൽ ഫോർനൂൺ സെഷൻസ് എത്ര മണി മുതൽ എത്ര മണി വരെ ആയിരിക്കും? ആൻഡ് ആൻസർ 9:30 AM to 12:30 PM. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 4.3 of chapter 7. Then question number 10, first preference for appointment against a regular vacancy arising in an aided school shall be given to the dash available under the management. അതായത് ഒരു മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ ഒരു വേക്കൻസി അറൈസ് ചെയ്താൽ ഹൂ ഷുഡ് ബി ഗിവൺ ദ ഫസ്റ്റ് പ്രിഫറൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കാണ് എലിജിബിലിറ്റി ഉള്ളത്? കാരണം പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് കാണും, എലിജിബിൾ ആപ്ലിക്കൻസ് കാണും, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള പിന്നെ ആപ്ലിക്കേഷൻസ് കാണും. പക്ഷേ ഹൂ മസ്റ്റ് ബി ഗിവൺ ദി പ്രിഫറൻസ്? ആൻഡ് ആൻസർ ദ പ്രൊട്ടക്റ്റഡ് ഹാൻഡ് ഷുഡ് ബി ഗിവൺ ദി പ്രിഫറൻസ്. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ പ്രൊവിസോ below rule 51A. Then question number 11, one among the following is not a reason for taking action against the manager of an aided school. ഒരു എയ്ഡഡ് സ്കൂൾ മാനേജർക്ക് എഗൻസ്റ്റായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ഈ കാരണം മതിയാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഒന്ന്, ഡിനയൽ ഓഫ് ദി പ്രൊമോഷൻ ഓഫ് എ റൂൾ 43 ക്ലെയിമൻറ്റ്. ബി, കൺവിക്ഷൻ ഓൺ മോറൽ ടർപ്പിറ്റ്യൂഡ്. സി, നോൺ സബ്മിഷൻ ഓഫ് പ്രപ്പോസൽസ് ഫോർ സ്റ്റാഫ് ഫിക്സേഷൻ. ഡിനയൽ ഓഫ് റീ അപ്പോയിൻമെൻറ്റ് ടു എ റൂൾ 51A ക്ലെയിമൻറ്റ്. ഇതിൽ ഏത് കാരണത്തിലാണ് അദ്ദേഹത്തിനെതിരായിട്ടൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ആൻഡ് ആൻസർ നോൺ സബ്മിഷൻ ഓഫ് പ്രപ്പോസൽ ഫോർ സ്റ്റാഫ് ഫിക്സേഷൻ ഇറ്റ് ഈസ് നോട്ട് എ റീസൺ. അതാണ്. ആൻഡ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ റൂൾ 7 ചാപ്റ്റർ 3. ആൻഡ് ക്വസ്റ്റ്യൻ 12, ദ ഡേറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഫോർ എലിജിബിലിറ്റി ടു ഗെറ്റ് അപ്പോയിൻമെൻറ്റ് ഇൻ ആൻ എയ്ഡഡ് സ്കൂൾ ഷാൽ ബി. ഒരു എയ്ഡഡ് സ്കൂളിൽ അപ്പോയിൻമെൻറ്റിൻ്റെ ഏജ് അതിൻ്റെ എലിജിബിലിറ്റി ഏത് ഡേറ്റ് വെച്ചിട്ടാണ് നിശ്ചയിക്കുന്നതെന്നാണ്. ഡേറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഫോർ എലിജിബിലിറ്റി ടു ഗെറ്റ് അപ്പോയിൻമെൻറ്റ് ഇൻ ആൻ എയ്ഡഡ് സ്കൂൾ. ഏത് ഡേറ്റാണ് അതിന് പ്രസക്തം? ആൻഡ് ആൻസർ 1st January ഓഫ് ദി ഇയർ ആണ്. ഇൻ വിച്ച് ദി അപ്പോയിൻമെൻറ്റ് ഈസ് മെയ്ഡ്. അപ്പോയിൻമെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന വർഷത്തെ 1st January അദ്ദേഹത്തിന് എത്ര വയസ്സായി എന്ന് കണക്കാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ ഏജിൻ്റെ നിർണയം നടത്തേണ്ടതെന്ന് അർത്ഥം. ദെൻ ഇറ്റ് ഈസ് സീൻ ഇൻ റൂൾ 1-2 ചാപ്റ്റർ 14A. ദെൻ ക്വസ്റ്റ്യൻ 13, ഡാഷ് ഷാൽ ബി ഡീംഡ് ടു കമൻസ് ഓൺ ദ റീ ഓപ്പണിംഗ് ഡേ ആൻഡ് ടെർമിനേറ്റ് ഓൺ ദ ലാസ്റ്റ് ഡേ ബിഫോർ ദി സമ്മർ വെക്കേഷൻ. അത് നമുക്കറിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ഇയർ എന്നാണ് ശരിക്കും നിയമപരമായി ആരംഭിക്കുന്നത്,
എന്നാണ് അവസാനിക്കുന്നതെന്നാണ്. അതിൻ്റെ ആൻസർ അക്കാഡമിക് ഇയർ ഷാൽ ബി ഡീംഡ് ടു കമൻസ് ഓൺ ദ റീ ഓപ്പണിംഗ് ഡേ. എന്നാണോ സ്കൂള് റീ ഓപ്പൺ ചെയ്യുന്നത്, മധ്യവേനൽ അവധി കഴിഞ്ഞ് എന്ന് റീ ഓപ്പൺ ചെയ്യുമോ ആ ഡേറ്റ് മുതലാണിത് ആരംഭിക്കുന്നത് എന്നാണ് അക്കാഡമിക് ഇയർ എൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ഡേ ഫോർ സമ്മർ വെക്കേഷൻ. സമ്മർ വെക്കേഷൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണത് അവസാനിക്കുന്നത്. ആൻഡ് യു മേ സീ ഇറ്റ് ഇൻ റൂൾ 2 chapter 7. Then question number 14. Teachers who have attained the age of dash years shall stand exempted permanently from passing the test. അതായത് നിങ്ങൾക്ക് അക്കൗണ്ട് ടെസ്റ്റ് പ്രൊമോഷൻ അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അക്കൗണ്ട് ടെസ്റ്റ് എഴുതാൻ ചിലപ്പോൾ താല്പര്യം എടുക്കാത്ത ടീച്ചേഴ്സ് ഉണ്ട് എങ്കിൽ ഒരു 15 years ഓഫ് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. അവർ ടെസ്റ്റ് ക്വാളിഫൈഡ് ആണെന്നുള്ള ധാരണയിൽ തന്നെ പ്രൊമോഷന് അവർക്ക് എലിജിബിലിറ്റി ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു എലിജിബിലിറ്റി ഉള്ളപ്പോൾ ടെസ്റ്റ് പാസ്സായ ഒരു ടീച്ചർ നിങ്ങളുടെ തൊട്ട് പിന്നിലുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി ഗിവൺ പ്രിഫറൻസ് എന്ന് ഓർക്കുക. അതുകൊണ്ട് ടെസ്റ്റ് എഴുതണ്ടെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്കെല്ലാം നല്ല ഈസി ആയിട്ട് ടെസ്റ്റ് പാസ്സാവാനും കഴിയും. സോ ദി ആൻസർ ഈസ് 50 years shall stand exempted permanently from passing the test, and it is very well said in Rule 44A, Chapter 14A. Next question is question number 15. The manager shall arrange adequate toilet and drinking water facilities in the school and furnish a report to the dash on such arrangements before beginning of the academic year. അക്കാഡമിക് ഇയർ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജർ ടു സീ ദാറ്റ് ആഡിക്വേറ്റ് ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ് ഫോർ ദി സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്. അപ്പോൾ ആഡിക്വേറ്റ് ടോയ്ലറ്റും ഡ്രിങ്കിങ് വാട്ടറും പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ആരോടാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ആൻസർ സെക്രട്ടറി ടു ദി ലോക്കൽ അതോറിറ്റി. Now we move on to question number 16. The super check officer shall conduct checking on staff fixation at any time during the academic year, and the director shall issue orders on it within the dash itself. അതായത് സൂപ്പർ ചെക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. സ്റ്റാഫ് ഫിക്സേഷനിൽ എന്തെങ്കിലും നമുക്ക് പിന്നെ പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിയമാനുസൃതം പരാതി നൽകുകയാണെങ്കിൽ സൂപ്പർ ചെക്ക് നടത്താറുണ്ട്. അങ്ങനെ സൂപ്പർ ചെക്ക് സ്റ്റാഫ് ഫിക്സേഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നടത്തുന്നത് ആൻഡ് അക്കാഡമിക് ഇയർ ആൻഡ് ദി ഡയറക്ടർ ഷാൽ ഇഷ്യൂ ഓർഡേഴ്സ് ഓൺ ഇറ്റ് വിത്തിൻ ദി ഡാഷ് ഇറ്റ്സെൽഫ്. അപ്പോൾ അതിന്മേലിൽ ഡയറക്ടർ എപ്പോഴാണ് ഉത്തരവ് ഇറക്കേണ്ടതാണ്. ഇറ്റ് ഷുഡ് ബി ഇൻ ദി സ്കൂൾ ഇയർ ഇറ്റ്സെൽഫ്. ആ അക്കാഡമിക് ഇയറിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഡയറക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നർത്ഥം. And it is said in Rule 16, Chapter 23. Then question 17. Whose permission is required for surrendering any land belonging to a government high school for the purpose of widening any road? ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്തൂടെ ഒരു റോഡ് പോകുന്നു, അത് വൈഡൻ ചെയ്യാൻ തീരുമാനിച്ചാൽ സ്കൂളിൻ്റെ സ്ഥലം അക്വയർ ചെയ്യാൻ ആരുടെ അനുവാദമാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. And it is the permission of the government, and you can see it in section 5B of Kerala Education Act. ആക്റ്റിലാണത് പറയുന്നത്. Then question 18. The minimum service qualification required for the promotion as headmaster in an aided high school is. അതായത് ഒരു ഹെഡ് മാസ്റ്ററായിട്ട് എയ്ഡഡ് ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് മിനിമം സർവീസ് ക്വാളിഫിക്കേഷൻ എത്ര കാലത്തെ വേണം എന്നാണ്. ആൻഡ് ആൻസർ 12 years of continuous graduate service. And it is said in Rule 44A, Chapter 14A. Next is question number 19. When the previous permission for the change of management involving change of ownership of an aided lower primary school is denied, appeal against it can be submitted before the
അതായത് ഒരു ചേഞ്ച് ഓഫ് മാനേജ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പും ഒക്കെ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓഫ് ആൻ എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂൾ അതിനെ ഒരു അപ്പീൽ കൊടുക്കേണ്ടത് ഏത് അതോറിറ്റിക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഗവൺമെൻറ് എന്നാണ്. ആൻഡ് റൂൾ 5A2 ചാപ്റ്റർ 3 ഈ കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ 20, ഫ്രം ദ ഇയർ 2022 to 23 onwards, the date of effect of the additional division or additional post shall be the dash of the year. അതായത് 2022-23 കാലഘട്ടത്തിൽ ദ ഡേറ്റ് ഓഫ് ഇഫക്റ്റ് ഓഫ് ഒരു അഡീഷണൽ ഡിവിഷൻ അല്ലെങ്കിൽ അഡീഷണൽ പോസ്റ്റ് ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ ഷാൽ ബി എന്നാണ് അതിൻ്റെ ഡേറ്റ് എന്നാണ്. ദാറ്റ് ഈസ് 1 ഒക്ടോബർ വെച്ചിട്ടാണ് അത് നിശ്ചയിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ എ GO ഡേറ്റഡ് 18/4/2022 ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. Then question 21, the Kerala Education Act 1958 received the assent of the President of India on. അതായത് കേരള എഡ്യൂക്കേഷൻ ആക്ട് 1958 പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ അനുവാദം ലഭിച്ചത്, അംഗീകാരം ലഭിച്ചത് എന്നാണ്. അതിൻ്റെ ഡേറ്റ് 19/2/1959. Now we go to question number 22. In order to introduce Sanskrit learning in upper primary school, the minimum number of pupils required. അതായത് ഒരു പുതുതായിട്ടൊരു സാൻസ്ക്രിറ്റ് അധ്യാപനം തുടങ്ങുകയാണ്, വിദ്യാഭ്യാസം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദ മിനിമം നമ്പർ ഓഫ് എത്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കണം. ആൻഡ് ആൻസർ ഇറ്റ് ഈസ് 12 numbers. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ റൂൾ 6C ചാപ്റ്റർ 23 of KER. Then question 23, a pupil in standard 9 failed to attend the school for the 29% of the total working days. If so, the authority competent for its condonation is. അതായത് 9th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി he failed to attend the school. 29% വർക്കിംഗ് ഡേയ്സിൽ അയാൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ആബ്സെൻസ് കണ്ടോൺ ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ആൻഡ് ആൻസർ ഇറ്റ് ഈസ് ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ റൂൾ 9(2) ചാപ്റ്റർ 7 ഓഫ് KER. Question number 24, the authority to appoint the manager of an aided higher secondary school is. ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജറെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഇറ്റ് ഈസ് ദി എഡ്യൂക്കേഷണൽ ഏജൻസി. ആരാണോ ആ സ്കൂള് ആരുടെ ഏജൻസിയിലാണോ നടത്തുന്നത്, സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, അവരുടെ ദി അതോറിറ്റി ടു അപ്പോയിൻറ്റ് ദ മാനേജർ ഓഫ് ആൻ എയ്ഡഡ് ഈസ് അതിനുള്ള അധികാരം എഡ്യൂക്കേഷൻ ഏജൻസിക്കാണ്. സെക്ഷൻ 7 ഓഫ് അതും കേരള എഡ്യൂക്കേഷൻ ആക്റ്റിലാണ് പറയുന്നത്. Now question 25, the consecutive absence for dash working days of a pupil in standard 9 is not a reason to remove his name from the roll. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അയാൾ എത്ര വർക്കിംഗ് ഡേയ്സിൽ സ്റ്റാൻഡേർഡ് 9 ഇല്ലാതിരുന്ന ആബ്സെൻസ് ഉണ്ടോ അത് അയാളെ റോളിൽ നിന്ന് റിമൂവ് ചെയ്യാനൊരു കാരണമല്ല. എന്ന് പറഞ്ഞ അർത്ഥം ഇറ്റ് ഈസ് ദി കൺസിക്യൂട്ടീവ് ആബ്സെൻസ് ഫോർ 14 വർക്കിംഗ് ഡേയ്സ് ഓഫ് എ പീപ്പിൾ ഇൻ സ്റ്റാൻഡേർഡ് 9 ഈസ് നോട്ട് എ റീസൺ. 14 ദിവസം അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെൻ്റ് ആയി എന്ന് പറഞ്ഞാൽ അയാളുടെ റോളിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. എക്സീഡിങ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ റൂൾ 15(3) ചാപ്റ്റർ 6. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 26. When an aided primary school is closed down, its records and accounts have to be handed over to. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു എയ്ഡഡ് പ്രൈമറി സ്കൂൾ ക്ലോസ് ചെയ്യേണ്ടി വരികയാണ്. ആ സാഹചര്യത്തിൽ അതിൻ്റെ റെക്കോർഡ്സും അക്കൗണ്ട്സും ഒക്കെ ആരെ ഏൽപ്പിക്കണം? അതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് ദി അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ, AEOയ്ക്ക് നൽകേണ്ടതാണ്. റൂൾ 25 ചാപ്റ്റർ 5. Then question number 27, a high school teacher was relieved on account of reduction of post after 5 years of service. 2 years later, he was reappointed as such against a vacancy which was not permanent.
ദി ഇനിഷ്യൽ പേ ഓൺ റീഅപ്പോയിൻമെൻറ്റ് വിൽ ബി. അതായത് ഒരു ഹൈസ്കൂൾ ടീച്ചറിനെ പോസ്റ്റ് വാണ്ടിങ് ഓഫ് പോസ്റ്റ് അല്ലെങ്കിൽ പിന്നെ കുട്ടികളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ റീട്രെൻ ചെയ്യേണ്ടി വന്നു. ആൻഡ് ഹി ഹാഡ് പുട്ട് ഇൻ 5 years ഓഫ് സർവീസ്. 2 years അദ്ദേഹത്തിന് വെളിയിൽ നിൽക്കേണ്ടി വന്നു. ആൻഡ് ദെൻ ഹി ഗോട്ട് എ റീഅപ്പോയിൻമെൻറ്റ്. ആ റീഅപ്പോയിൻമെൻറ്റ് നടത്തുമ്പോൾ അതേ പോസ്റ്റിലേക്ക് തന്നെ അദ്ദേഹത്തിന് റീഅപ്പോയിൻമെൻറ്റ് നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം അല്ലെങ്കിൽ ബേസിക് പേ എങ്ങനെ ഫിക്സ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫിക്സ് ചെയ്യുന്നത് അദ്ദേഹം റീട്രെൻ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിരിച്ചുവിടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേ എത്രയായിരുന്നോ he will be allowed to draw that basic pay on reappointment. ഇത് KSRലും ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഓർക്കുക. ഓൺ റീഅപ്പോയിൻമെൻറ്റ് he will be allowed the pay that he had been drawn on the previous occasion. And the same pay he was getting at the time of relief. That is Rule 52, Chapter 14A. Then question 28, the minimum effective strength per standards in LPS, UPS and high school shall be dash for not withdrawing recognition of a school. അതായത് കുട്ടികളില്ലെങ്കിൽ സ്കൂളിൻ്റെ റെക്കഗ്നിഷൻ പിൻവലിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. മിനിമം എത്ര കുട്ടികളില്ലെങ്കിലാണ് അങ്ങനെ ചെയ്യുക? ആൻഡ് ആൻസർ ഇറ്റ് ഈസ് ദർ ഷുഡ് ബി 25 മിനിമം സ്ട്രെങ്ത്. 25 പേരുണ്ടെങ്കിൽ അതിൻ്റെ റെക്കഗ്നിഷൻ പിൻവലിക്കാൻ സാധ്യമല്ല. And you can see it in Rule 22A1, Chapter 5. Now we come to the question number 29. If an upper primary school with the standards of 5 to 7 have 36 periods for Sanskrit, the number of full-time LG Sanskrit teacher post admissible is. അതായത് ഒരു അപ്പർ പ്രൈമറി സ്കൂളിൽ, അതായത് സ്റ്റാൻഡേർഡ് 5 to 7 സാൻസ്ക്രിറ്റിന് 36 പീരീഡ് ഉണ്ടായെങ്കിൽ ഫുൾ ടൈം LG സാൻസ്ക്രിറ്റ് ടീച്ചേഴ്സിന് എത്ര പേരെ അപ്പോയിൻ്റ് ചെയ്യാം? അത് ഇറ്റ് ഈസ് 2 ആൻഡ് ഇറ്റ് ഈസ് വെരി വെൽ എക്സ്പ്ലെയിൻഡ് ഇൻ റൂൾ 6D, Chapter 23. Then question number 30, the combined seniority list of aided school teachers shall be made up to date and renewed. അതായത് കമ്പൈൻഡ് സീനിയോറിറ്റി, ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പല സ്കൂളുകൾ കാണും, പക്ഷേ അവരുടെ എല്ലാം കൂടി സീനിയോറിറ്റി കണക്കാക്കണം, ഒരുമിച്ചാണ് അത് കണക്കാക്കുന്നത്. അതാണ് കമ്പൈൻഡ്. ഓരോ സ്കൂളിലെയും അല്ല, ഒരു മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിലുള്ള ടീച്ചേഴ്സിൻ്റെ എല്ലാം ഒരേ കാറ്റഗറി ഉള്ളവരുടെ എല്ലാം കമ്പൈൻഡ് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കണം. ആൻഡ് ഇറ്റ് ഷാൽ ബി മെയ്ഡ് അപ് ടു ഡേറ്റ്. അതെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം, കാരണം എപ്പോഴാണ് ഒരു പ്രൊമോഷൻ വരുന്നതെന്നൊക്കെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് അപ് ടു ഡേറ്റ് ആൻഡ് റിന്യൂഡ് പീരിയോഡിക്കലി. അതെപ്പോഴും പുതുക്കിക്കൊണ്ടേ ഇരിക്കണം. അതെപ്പോഴാണ് മിനിമം പുതുക്കേണ്ടതെന്നാണ് അതിൻ്റെ ആൻസർ. ഇറ്റ് ഷുഡ് ബി റിന്യൂഡ് ആൻഡ് മെയ്ഡ് അപ് ടു ഡേറ്റ് എവറി ഇയർ. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 2, നോട്ട് 2 ബിലോ റൂൾ 35, Chapter 14A. അപ്പോൾ ഇവിടുന്ന് ഇതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് 24ലും അതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തത്. ഒരു കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും, അതായത് Chapter 14ഉം Chapter 23ഉം KERലെ വളരെ പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സാണ്. ഇനിയും കുറേ ക്വസ്റ്റ്യൻസൊക്കെ അതിൽ നിന്ന് വരാനുണ്ട്. അപ്പോൾ ആ 2 ചാപ്റ്ററും നിങ്ങൾ പരീക്ഷയ്ക്ക് അക്കൗണ്ട് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടെ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും KERൻ്റെ നിങ്ങൾക്ക് ലഭ്യമാകും. സോ വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻറ്റ് ഹിയറിംഗ് ആൻഡ് വിഷ് യു ആൾ സക്സസ്. താങ്ക് യു.